പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നമ്പർ 1 ആയി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല മാറിയെന്ന് മുഖ്യമന്ത്രി. നേട്ടങ്ങൾ പലർക്കും അംഗീകരിക്കാൻ ഇപ്പോഴും പ്രയാസമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2016-ൽ LDF സർക്കാരല്ല അധികാരത്തിൽ വന്നതെങ്കിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പലതും അടച്ചുപൂട്ടുമായിരുന്നുവെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. 2016-നു ശേഷം കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 2016-നു മുൻപേ അനാദായം എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തി 4000 സ്കൂളുകൾ ദയാവധം കാത്തിരിക്കുന്ന അവസരത്തിലാണ് LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. പിന്നീട് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നമ്പർ 1 ആയി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള സർക്കാർ ഉണ്ടാക്കിയ ഈ മാറ്റങ്ങൾ അംഗീകരിക്കാൻ അപൂർവം ചിലർക്ക് വിഷമമുണ്ടെന്നും അവർക്ക് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കേണ്ടി വരുന്നു എന്നത് നമ്മുടെ ദുരനുഭവമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. 2016-ൽ LDF സർക്കാരല്ല അധികാരത്തിൽ വന്നിരുന്നതെന്ന് സങ്കല്പിക്കുക. മറ്റെല്ലാം പോട്ടെ, എന്താകുമായിരുന്നു പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സ്ഥിതി? ഈ കാണുന്ന മാറ്റങ്ങൾ അതേ രീതിയിലുണ്ടാകുമായിരുന്നു. ആ പറഞ്ഞ 4000-വും അതിൻ്റെ കൂടെ വേറെ ചില ആയിരങ്ങളും കൂടി ചേർന്നിട്ടുണ്ടാകും അടച്ചുപൂട്ടുന്ന കാര്യത്തിൽ. അതൊഴിവാക്കാൻ കഴിഞ്ഞത് അതൊഴിവാക്കണം എന്ന നിശ്ചയദാർഢ്യത്തോടെയുള്ള സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. മുൻപെതിർത്ത ചിലർ മാറ്റങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. പെർളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഇന്ത്യയിൽ പലയിടത്തും കുട്ടികൾ സ്കൂളിൽ പോകാനാവാത്ത അവസ്ഥയെ നേരിടുന്നവരാണ്. എന്നാൽ കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ കുട്ടികൾ ഇവിടെ ചേർന്ന് പഠിക്കുകയാണെന്നും അവർക്ക് ആവശ്യമായ പഠന സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ആലോചിക്കുന്ന സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായ ചടങ്ങിൽ വി ശിവദാസൻ MP, മുൻ MLA-മാരായ MV ജയരാജൻ, KK നാരായണൻ എന്നിവരും N ചന്ദ്രൻ, KV ബിജു, രത്നകുമാരി തുടങ്ങിയവരും സംസാരിച്ചു. കൈരളി ന്യൂസ്, കണ്ണൂർ.